Earth dams. Earth dams are composed of materials which maintain their individual identity. These materials have spaces and voids between them and derive their strength from position, friction and cohesion. So, എന്താണ് earth dam? Earth dams are composed of materials which maintain their individual identity. Individual identity maintain ചെയ്യുന്ന materials കൊണ്ടുണ്ടാക്കിയ ഡാം ആണ് earth dam. Earth dam are composed of materials which maintain their individual identity. Individual identity maintain ചെയ്യുന്ന materials കൊണ്ടുണ്ടാക്കിയതാണ് earth dam. Earth കൊണ്ടുണ്ടാക്കിയതാണ് earth dam. So materials that maintain individual identity are used for constructing earth dams. അപ്പോൾ ഈ മെറ്റീരിയൽസിന്റെ പ്രത്യേകത എന്താ? These materials have spaces and voids between them. ഈ മെറ്റീരിയൽസിന്റെ ഇടയിൽ സ്പേസസും വോയിഡ്സും ഉണ്ട് and derive their strength from position, friction and cohesion. അപ്പോൾ ഈ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് എങ്ങനെ ഗെയിൻ ചെയ്യുന്നത്? They derive their strength from position, friction and cohesion. അവര് പൊസിഷൻ, ഫ്രിക്ഷനും കൊഹെഷനും ഉപയോഗിച്ചാണ് സ്ട്രെങ്ത് ഡിറൈവ് ചെയ്യുന്നത്. So earth dams are composed of materials which maintain their individual identity. They have voids and spaces in between them and they derive their strength from position, friction and cohesion. Earth dams are composed of materials which maintain individual identity. These materials have spaces in between them. These materials have spaces in between them. Then they derive their strength from position, friction and cohesion. Position, friction and cohesion. Now let us move on to types of earth dams. Types of earth dams. Broadly there are two types, rock fill dam and hydraulic fill dam. There are two types, rock fill dam and hydraulic fill dam. First one is rock fill dam. First type of earth dam is rock fill dam. രണ്ട് ടൈപ്പ് ഉണ്ട്. ബ്രോഡ് ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. റോക്ക് ഫിൽ ടൈപ്പും ഉണ്ട്, ഹൈഡ്രോളിക് ഫിൽ ഡാമും ഉണ്ട്. റോക്ക് ഫിൽ ഡാമും ഹൈഡ്രോളിക് ഫിൽ ഡാമും ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇസ് റോക്ക് ഫിൽ ഡാം. In case of a rock fill dam, the embankment is constructed in successive mechanically compacted layers. Rock fill ഡാമിന്റെ എംബാങ്ക്മെന്റ് സക്സസീവ്ലി മെക്കാനിക്കലി കോമ്പാക്റ്റഡ് ലെയേഴ്സ് ഉപയോഗിച്ചാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. റോക്ക് ഫിൽ ഡാം എങ്ങനെയാണ്? റോക്ക് ഫിൽ ഡാമിന്റെ എംബാങ്ക്മെന്റ് സക്സസീവ് മെക്കാനിക്കലി കോമ്പാക്റ്റഡ് ലെയേഴ്സ് വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ ഹിയർ the materials required are transported from burrow pits to the construction site by using earth moving equipments. അപ്പോൾ നമുക്ക് റോക്ക് ഫിൽ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽസിനെ ബറോ പിറ്റ്സിൽ നിന്നും കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് എർത്ത് മൂവിംഗ് എക്യുപ്മെന്റ് യൂസ് ചെയ്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഈ എർത്ത് മൂവിംഗ് എക്യുപ്മെന്റ്സ് ആണ് ബുൾഡോസറൊക്കെ പോലെ മണ്ണ് കൊണ്ടുപോകുന്നില്ലേ, അങ്ങനത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ബറോ പിറ്റ്സിൽ നിന്നും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നു? സൈറ്റിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പൊ എന്താണ് പറഞ്ഞത്? റോക്ക് ഫിൽ ഡാമിന്റെ എംബാങ്ക്മെന്റ് സക്സസീവ് മെക്കാനിക്കലി കോമ്പാക്റ്റഡ് ലെയേഴ്സ് കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കൺസ്ട്രക്ഷന് വേണ്ട മെറ്റീരിയൽസ് ബറോ പിറ്റ്സിൽ നിന്നും എർത്ത് മൂവിംഗ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും.
Then the materials are spread by bulldozers and sprinkled with water to form layers of required thickness with proper water content. എന്നിട്ട് എന്ത് ചെയ്യും? കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് മെറ്റീരിയൽസിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ബുൾഡോസർ ആ മെറ്റീരിയൽസിനെ അവിടെ സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്യും. Then it is sprinkled with water to form layers of required thickness with proper water content. നമുക്ക് ആവശ്യമായ വാട്ടർ കണ്ടന്റ് ഉള്ള ആവശ്യമായ വാട്ടർ കണ്ടന്റും റിക്വയർഡ് തിക്നെസ്സിലുമാണ് ബുൾഡോസർ ഈ ലെയറിനെ സോയിലിനെ അവിടെ സ്പ്രെഡ് ചെയ്തിട്ട് അതിനകത്ത് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. നമ്മൾ ബുൾഡോസർ ഉപയോഗിച്ച് ഈ മെറ്റീരിയൽ അതായത് ട്രാൻസ്പോർട്ട് ചെയ്ത മെറ്റീരിയൽസിനെ ബുൾഡോസർ ഉപയോഗിച്ച് അവിടെ നമ്മൾ സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് അതിൽ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. ഇത് സ്പ്രെഡ് ചെയ്തിട്ട് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. അപ്പൊ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? സ്പ്രെഡ് ചെയ്ത് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട റിക്വയർഡ് തിക്നെസ്സിലും പ്രോപ്പർ വാട്ടർ കണ്ടന്റ് ഉള്ള ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. Then these layers are compacted and bonded with each other by means of rollers and weights. ഇനി ഈ ലെയേഴ്സിനെ കോമ്പാക്ട് ചെയ്ത് പരസ്പരം ബോണ്ട് ചെയ്യിപ്പിക്കും യൂസിങ് റോളേഴ്സ് ആൻഡ് വെയ്റ്റ്സ്. റോളേഴ്സോ വെയ്റ്റ്സോ ഉപയോഗിച്ച് ഈ സ്പ്രെഡ് ചെയ്ത ലെയേഴ്സിനെ പരസ്പരം കോമ്പാക്ട് ചെയ്ത് ബോണ്ട് ചെയ്യിപ്പിക്കും. സോ റോക്ക് ഫിൽ ഡാം എന്ന് പറയുന്നത് എന്താണ്? എംബാങ്ക്മെന്റ് ഇസ് കൺസ്ട്രക്റ്റഡ് ഇൻ മെക്കാനിക്കലി കോമ്പാക്റ്റഡ് ലെയേഴ്സ്. Here the embankment is constructed in mechanically compacted layers. Mechanically compacted layers ആയിട്ടാണ് embankmentനെ construct ചെയ്യുന്നത്. Then required materials are transported from burrow pit to site using earth moving equipments. Earth moving equipments ഉപയോഗിച്ച് ഡാം ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിനെ ബറോ പിറ്റിൽ നിന്നും സൈറ്റിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. ദെൻ മെറ്റീരിയൽസ് ആർ സ്പ്രെഡ് ബൈ പിന്നെ എന്ത് ചെയ്യും? ദീസ് മെറ്റീരിയൽസ് ആർ സ്പ്രെഡ് ബൈ ബുൾഡോസേഴ്സ്. എന്നിട്ട് എന്താ? വാട്ടർ ഇസ് സ്പ്രിങ്കിൾഡ്. ബുൾഡോസർ ഉപയോഗിച്ച് മെറ്റീരിയൽസിനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ വാട്ടർ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. എന്തിനാണ്? ടു ഫോം layers of uniform thickness with proper water content. പ്രോപ്പർ വാട്ടർ കണ്ടന്റ് ഉള്ള യൂണിഫോം തിക്നെസ് ഉള്ള ലെയേഴ്സ് ഫോം ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽസിനെ ബുൾഡോസർ ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്തിട്ട് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ദീസ് ലെയേഴ്സ് ആർ കോമ്പാക്റ്റഡ് ആൻഡ് ബോണ്ടഡ്. These layers are compacted and bonded with each other. These layers are compacted and bonded with each other by means of rollers and weights. Using rollers and weights. ഇതാണ് rock fill dam. Here embankment is constructed in mechanically compacted layers. Materials are transported from burrow pits to site using earth moving equipments. Then they are spread by bulldozers and water is sprinkled to form
layers of uniform thickness with proper water content. Then the layers are compacted and bonded with each other using rollers and weights. Using rollers and weights. Rock-fill dams are again of three types: homogeneous embankment dams, zoned embankment dams and diaphragm embankment dams. Rock-fill dams are again of three types: homogeneous embankment dams, zoned embankment dams and diaphragm embankment dams. So first one, homogeneous embankment dams. Homogeneous embankment dams. ഇപ്പോൾ ഹോമോജീനിയസ് എംബാങ്ക്മെന്റ് ഡാംസ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ മനസ്സിലാവും എന്താണ്. സിംഗിൾ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എക്സ്ക്ലൂസീവ് ഓഫ് സ്ലോ പ്രൊട്ടക്ഷൻ ആൻഡ് ഇന്റേണൽ ഡ്രെയിനേജ് സിസ്റ്റം ഇൻ ദ ഫോം ഓഫ് ഹൊറിസോണ്ടൽ ഫിൽറ്റർ ഡ്രെയിൻ ഓർ റോക്ക് ടോവേഴ്സ് പ്രൊവൈഡഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡാം. അതായത് ഈ ഹോമോജീനിയസ് എംബാങ്ക്മെന്റ് ഡാമിനകത്ത് സ്ലോപ്പ് പ്രൊട്ടക്ഷൻ മെറ്റീരിയൽ ഒഴിച്ച് ബാക്കി എല്ലാം സിംഗിൾ ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും. അപ്പം അവിടെ സ്ലോപ്പ് പ്രൊട്ടക്ഷൻ ഉള്ള മെറ്റീരിയലിന് പിന്നെ ഇന്റേണൽ ഡ്രെയിനേജ് സിസ്റ്റം കൊടുക്കുന്നുണ്ട്, ഹൊറിസോണ്ടൽ ഫിൽറ്റർ ഡ്രെയിൻ ഓർ റോക്ക് ടോ. അതും സ്ലോപ്പ് പ്രൊട്ടക്ഷൻ ഒഴികെയുള്ള എല്ലാം സിംഗിൾ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും. അങ്ങനെയുള്ളതാണ് ഹോമോജീനിയസ് എംബാങ്ക്മെന്റ് ഡാം. സോ ദിസ് ഈസ് കമ്പോസ്ഡ് ഓഫ് homogeneous embankment dams is composed of single type of material except slope protection and internal drainage system in the form of horizontal filter drain or horizontal filter drain or rock toe. So slope protection ഉം internal drainage system വഴിയുള്ള ബാക്കി എല്ലാം സിംഗിൾ മെറ്റീരിയൽ കൊണ്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്തിരിക്കുക. അതാണ് ഹോമോജീനിയസ് എംബാങ്ക്മെന്റ് ഡാംസ്. ഇറ്റ് ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ് ഇംപെർവിയസ് ഓർ സെമി പെർവിയസ് സോയിൽ ടു പ്രൊവൈഡ് അഡീക്വറ്റ് വാട്ടർ ബാരിയർ. അപ്പോൾ യൂഷ്വലി എന്താണ്, ഇംപെർവിയസ് ഓർ സെമി ഇംപെർവിയസ് സോയിൽ കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സെമി ഇംപെർവിയസ് സോയിൽ. നമ്മൾ ഹൊറിസോണ്ടൽ എംബാങ്ക്മെന്റ് ഡാംസ് ഇംപെർവിയസ് അല്ലെങ്കിൽ സെമി ഇംപെർവിയസ് സോയിൽ ആയി ഉപയോഗിച്ചായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുക. ഇൻ ഓർഡർ ടു പ്രൊവൈഡ് അഡീക്വേറ്റ് വാട്ടർ ബാരിയർ. ടു പ്രൊവൈഡ് adequate വാട്ടർ ബാരിയർ. നമ്മൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന്റെ മെറ്റീരിയൽ വാട്ടർ ബാരിയർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് അതിലൂടെ വാട്ടർ പോകും. വാട്ടറെ പിടിച്ചു നിർത്തണം. ഡാമിന്റെ അപ്സ്ട്രീം സൈഡിൽ വാട്ടർ നമുക്ക് സ്റ്റോർ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മെറ്റീരിയൽ പെർവിയസ് മെറ്റീരിയൽ ആവാതെ നോക്കണം. Now they are normally used only for low or moderate height tanks. അപ്പോൾ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഫോർ low or moderate height tank. നമ്മൾ horizontal embankment dams യൂസ് ചെയ്യുന്നത് for low or moderate height tanksനാണ്. The upstream side of dam should be flatter to make it safe during drawback. So horizontal embankment damന്റെ upstream slope എന്ന് പറയുന്നത് flatter ആയിരിക്കണം. Upstream slope should be flatter. എന്തിനാണ്? To make it safe during
drawback condition. For safety in drawback condition. അപ്പോൾ ഹൊറിസോണ്ടൽ എംബാങ്ക്മെന്റ് ഡാംസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ലോപ്പ് പ്രൊട്ടക്ഷന്റെ മെറ്റീരിയലും ഇന്റേണൽ ഡ്രെയിനേജ് സിസ്റ്റം ആയിട്ട് ഹൊറിസോണ്ടൽ ഫിൽറ്ററോ റോക്കോ പ്രൊവൈഡ് ചെയ്യും. ഇത് രണ്ടും ഒഴികെയുള്ള ബാക്കിയെല്ലാം സിംഗിൾ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉപയോഗിച്ചായിരിക്കും ഉണ്ടാക്കുക. പിന്നെ ഹോമോജീനിയസ് എംബാങ്ക്മെന്റ് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഇംപേർവിയസ് അല്ലെങ്കിൽ സെമി ഇംപേർവിയസ് സോയിൽ യൂസ് ചെയ്യും ടു പ്രൊവൈഡ് അഡീക്വേറ്റ് വാട്ടർ ബാരിയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇംപേർവിയസ് ഓർ സെമി ഇംപേർവിയസ് സോയിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഹോമോജീനിയസ് എംബാങ്ക്മെന്റ് ഡാംസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ലോ ഓർ മോഡറേറ്റ് ഹൈ ടാങ്ക്സിന് വേണ്ടിയാണ് നമ്മൾ ഹോമോജീനിയസ് എംബാങ്ക്മെന്റ് ഡാംസ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ദി അപ്സ്ട്രീം സ്ലോപ്പ് ഷുഡ് ബി ഫ്ലാറ്റർ ടു മേക്ക് ഇറ്റ് സേഫ് ഡ്യൂറിങ് ഡ്രോബാക്ക് കണ്ടീഷനിൽ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി ഹോമോജീനിയസ് എംബാങ്ക്മെന്റ് ഡാമിന്റെ അപ്സ്ട്രീം സ്ലോപ്പ് ഫ്ലാറ്റർ ആയിരിക്കണം. Now, second is zone embankment dams. Second type of rockfill dam is zone embankment dams. ഇവിടെ എങ്ങനെയാണ്? The earth dam is made of more than one material. Here the dam is made of more than one material. ഒന്നിലധികം മെറ്റീരിയൽ യൂസ് ചെയ്താണ് നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. There will be central impervious core surrounded by zones of pervious material. ഇവിടെ എങ്ങനെയായിരിക്കും? There will be central impervious core. ഒരു central impervious core കാണും which is surrounded by zones of pervious material, അപ്പോൾ സോൺ എംബാങ്ക്മെന്റ് ഡാം എന്ന് പറയുമ്പോൾ അതിന്റെ എംബാങ്ക്മെന്റ് സോൺസ് ആയിട്ടായിരിക്കും. ഒരു സെൻട്രൽ ഇംപെർവിയസ് കോർ ഉണ്ട് which is surrounded by zones of pervious material. ഇവിടെയും എന്താണ്? horizontal drain or rock-to is provided at downstream. Suitable drain system provide ചെയ്യണം. അതിന് നമ്മൾ ഡൗൺസ്ട്രീമിൽ horizontal drain അല്ലെങ്കിൽ rock-to provide ചെയ്യും. Horizontal drain or rock-to is provided at downstream. ഒരു പ്രോപ്പർ ഡ്രെയിൻ സിസ്റ്റം കൊടുക്കണം. അതിന്റെ ഡ്രെയിനിന് വേണ്ടി നമ്മൾ എന്താ കൊടുക്കുന്നത്? ഹൊറിസോണ്ടൽ ഡ്രെയിൻ അല്ലെങ്കിൽ റോക്ക് ആയിരിക്കും ഡൗൺ സ്ട്രീമിൽ പ്രൊവൈഡ് ചെയ്യാം. Now, outer shells are made of freely draining materials. Pervious freely draining materials. ഇതിന്റെ outer shells എന്ന് പറയുന്നത് pervious freely draining materials ആയിരിക്കും. സോൺ എംബാങ്ക്മെന്റ് ഡാംസിന്റെ ഔട്ടർ ഷെൽ എന്ന് പറയുന്നത് pervious freely draining materials കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. Shells give no stability to central impervious fill and at the same time distribute load over large area. അപ്പോൾ ഷെൽസിന്റെ പ്രത്യേകത എന്താ? Shells gives no stability to സെൻട്രൽ കോർ. ഈ ഷെൽസിന്റെ പ്രത്യേകത അത് സെൻട്രൽ കോറിന് സ്റ്റെബിലിറ്റി കൊടുക്കുകയില്ല, ലോഡിനെ ലാർജ് ഏരിയയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ആൻഡ് ഓൾസോ ഡിസ്ട്രിബ്യൂട്ട്സ് ലോഡ് ഓവർ ലാർജ് ഏരിയ. ലോഡിനെ ലാർജ് ഏരിയയിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഇക്കണോമിക്കൽ ടൈപ്പ് ഓഫ് എർത്ത് ഡാം. ഇതാണ് മോസ്റ്റ് ഇക്കണോമിക്കൽ ടൈപ്പ്. സോൺ എംബാങ്ക്മെന്റ് ഡാംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ എംബാങ്ക്മെന്റ് സോൺസ് ആയിട്ടായിരിക്കും. അതായത് ഒന്നിലധികം മെറ്റീരിയൽസ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്ത് സെന്ററിൽ ഒരു ഇംപെർവിയസ് കോർ ഉണ്ടായിരിക്കും.
അതിനെ സറൗണ്ട് ചെയ്ത് സോൺസ് ഓഫ് പെർവിയസ് മെറ്റീരിയൽ ആയിരിക്കും. സെൻട്രൽ ഇംപെർവിയസ് കോറിനെ സറൗണ്ട് ചെയ്ത് എന്താണ് സോൺസ് ഓഫ് ഇംപെർവിയസ് മെറ്റീരിയൽ കാണും. ഇവിടെ നമ്മൾ പ്രോപ്പർ ഡ്രെയിൻ സിസ്റ്റം കൊടുക്കണം. സോ ഡ്രെയിൻ സിസ്റ്റത്തിനായിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ഹൊറിസോണ്ടൽ ഡ്രെയിൻ അല്ലെങ്കിൽ റോക്ക് ടോ കൊടുക്കും ഡൗൺ സ്ട്രീമിൽ. പിന്നെ ഈ ഔട്ടർ ഷെൽസ് എന്ന് പറയുന്നത് പെർവിയസ് ഫ്രീലി ഡ്രെയിനിങ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഷെൽസിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ കോറിന് സ്റ്റെബിലിറ്റി കൊടുക്കില്ല. ഷെൽസ് സെൻട്രൽ കോറിന്, അതായത് സെൻട്രൽ ഇംപെർവിയസ് ഫില്ലിന് അത് സ്റ്റെബിലിറ്റി കൊടുക്കില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ലോഡിനെ ലാർജ് ഏരിയയിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ സോൺഡ് എംബാങ്ക്മെന്റ് ഡാംസ് ആണ് മോസ്റ്റ് ഇക്കണോമിക്കൽ ടൈപ്പ് ഓഫ് എർത്ത് ഡാം. Zoned embankment dams are the most economical type of earth dam. Next is diaphragm embankment dam. The third type of rockfill dam is diaphragm embankment dam. ഈ diaphragm embankment ഡാമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ the bulk of embankment is constructed of pervious material and a thin diaphragm of impervious material is provided to check seepage. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? The bulk of embankment is constructed of pervious material. എംബാങ്ക്മെന്റ് മൊത്തത്തോടെ പെർവിയസ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സീപ്പേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഇംപെർവിയസ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ തിൻ ഡയഫ്രം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തിൻ ഡയഫ്രം ഓഫ് impervious material is provided to check seepage. seepage ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താണ് ഒരു ഇംപെർവിയസ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ തിൻ ഡയഫ്രം പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഡയഫ്രം embankment dam. Diaphragm embankment dam the whole of the embankment is made of or constructed using pervious material. Pervious material ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ എംബാങ്ക്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ഇംപെർവിയസ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ തിൻ ഡയഫ്രം പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ്? സീപ്പേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി. So these are the three types of rock fill dams: homogeneous embankment dams, zoned embankment dams, and third one diaphragm embankment dam. Now the second type of earth dam is hydraulic fill dams. Hydraulic fill dam. Here the materials are excavated, transported and placed by hydraulic methods. Here materials are excavated, transported and placed by hydraulic methods hydraulic methods ഉപയോഗിച്ചാണ് ഹൈഡ്രോളിക് ഫിൽ ഡാമിലെ മെറ്റീരിയൽസിനെ എക്സ്കവേറ്റ് ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും സൈറ്റിൽ പ്ലേസ് ചെയ്യുന്നതും. ഇനി എങ്ങനെയാണെന്ന് നോക്കാം. ഹിയർ flumes are laid at suitable falling gradient along outer edge of embankment. Here flumes are laid at suitable falling gradient. Along the outer edge of embankment. Along
outer edge of എംബാങ്ക്മെന്റിന്റെ ഔട്ടർ എഡ്ജിൽ നമ്മൾ ആവശ്യമായ ഫോളിംഗ് ഗ്രേഡിയന്റ് കൊടുത്ത് ഫ്ലൂംസ് ലേ ചെയ്യും. Now the materials are mixed with water at borrow pits and pumped and washed into these flumes. So materials in the materials are mixed with water at borrow pits. Materials are mixed with water at borrow pits. Borrow pits le materials ine water ആയിട്ട് mix ചെയ്യും. Mix ചെയ്തിട്ട് it is pumped and washed into the flumes. Then they are pumped and washed into ഫ്ലൂംസ്. അപ്പോൾ ബറോ പിറ്റ്സിലുള്ള മെറ്റീരിയലിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ ഈ ഫ്ലൂംസിലോട്ട് പമ്പ് ചെയ്ത് വാഷ് ചെയ്യും. ദേ ആർ പംപ്ഡ് ആൻഡ് വാഷ്ഡ് ഇൻടു ദ ഫ്ലൂംസ്. So the slush is discharged through outlet in the flume and suitable interval along the flume. Slush is discharged through flume outlets. ഈ ഫ്ലൂമില് റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ ഔട്ട്ലെറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. ആ ഔട്ട്ലെറ്റ്സിലൂടെ സ്ലഷ് ഡിസ്ചാർജ് ആവും. സ്ലഷ് ഡിസ്ചാർജ് ആയിട്ട് സ്ലഷ് ഫ്ലോസ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ബാങ്ക്. ദെൻ സ്ലഷ് ഫ്ലോസ് ടുവേർഡ്സ് സെന്റർ ഓഫ് ബാങ്ക്. നമ്മൾ ഈ പൈപ്പിലോട്ട് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത മെറ്റീരിയലിനെ പമ്പ് ചെയ്ത് വാഷ് ചെയ്ത് വരും. അപ്പൊ അത് സ്ലഷ് ആവുമല്ലോ. ഇത് സ്ലഷ് ആയിട്ട് എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? ഈ ഫ്ലൂമിലെ റെഗുലർ ഇന്റർവെൽസിൽ കൊടുത്തിരിക്കുന്ന ഔട്ട്ലെറ്റ് വഴി സ്ലഷ് ഡിസ്ചാർജ് ആയിട്ട് അത് ബാങ്കിന്റെ സെന്ററിലോട്ട് മൂവ് ചെയ്യും. ബാങ്കിന്റെ സെന്ററിലോട്ട് മൂവ് ചെയ്യും. ബാങ്കിന്റെ സെന്ററിലോട്ട് ഈ സ്ലഷ് മൂവ് ചെയ്തിട്ട് അതിനകത്ത് വരുന്ന കോഴ്സ് മെറ്റീരിയൽസ്, കോഴ്സർ മെറ്റീരിയൽസ് will settle at the outer edge while fine materials settle at center. Coarser materials settle at outer edge, fine materials settle at center. Coarser materials outer edgeലും സെറ്റിൽ ആവും, ഫൈനർ മെറ്റീരിയൽസ് സെന്ററിലും സെറ്റിൽ ആവും. ഇനി അവിടെ കോമ്പാക്ഷന്റെ ആവശ്യം ഇല്ല. No compaction is done. അവിടെ നമ്മൾ കോമ്പാക്ഷനും ചെയ്യുന്നില്ല. സോ ഹൈഡ്രോളിക് ഫിൽ ഡാംസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് എക്സ്കവേറ്റ് ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും പ്ലേസ് ചെയ്യുന്നതും എല്ലാം ഹൈഡ്രോളിക് മെത്തേഡ് ഉപയോഗിച്ചാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു സ്യൂട്ടബിൾ ഫോളിംഗ് ഗ്രേഡിയന്റിൽ നമ്മുടെ ഔട്ടർ എഡ്ജ് ഓഫ് ദി എംബാങ്ക്മെന്റിന് അലോങ് ആയിട്ട് ഫ്ലൂംസ് ലേ ചെയ്യും. എംബാങ്ക്മെന്റിന്റെ ഔട്ടർ എഡ്ജിൽ നമ്മൾ ഒരു ആവശ്യമായ ഫോളിംഗ് ഗ്രേഡിയന്റ് കൊടുത്തുകൊണ്ട് ഫ്ലൂംസിനെ ലേ ചെയ്യും. ഫ്ലൂംസിനെ ലേ ചെയ്തിട്ട് ബറോ പിറ്റ്സിലുള്ള മെറ്റീരിയലിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഫ്ലൂമിലോട്ട് പമ്പ് ചെയ്ത് വാഷ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഫ്ലൂംസിന്റെ റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ ഔട്ട്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഔട്ട്ലെറ്റ് വഴി എന്താണ്? സ്ലഷ് ഡിസ്ചാർജ് ആവും. ഔട്ട്ലെറ്റ് വഴി സ്ലഷ് ഡിസ്ചാർജ് ആവും. ഈ ഡിസ്ചാർജ് ആവുന്ന സ്ലഷ് ബാങ്കിന്റെ സെന്ററിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ സ്ലഷ് ബാങ്കിന്റെ സെന്ററിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള കോഴ്സർ മെറ്റീരിയൽസ് ഔട്ടർ എഡ്ജിൽ ഡെപ്പോസിറ്റ് ആവും, ഫൈനർ മെറ്റീരിയൽസ് സെന്ററിൽ സെറ്റിൽ ആവും. കോഴ്സർ മെറ്റീരിയൽസ് ഔട്ടർ എഡ്ജിൽ സെറ്റിൽ ആവും, ഫൈൻ മെറ്റീരിയൽസ് സെന്ററിലും സെറ്റിൽ ആവും. ഇവിടെ നമുക്ക് പിന്നെ കോമ്പാക്ഷൻ ഒന്നും ചെയ്യത്തില്ല. ഇവിടെ ഇനി കോമ്പാക്ഷൻ ഒന്നും ചെയ്യത്തില്ല. സോ ദിസ് ഈസ് അബൌട്ട് ഹൈഡ്രോളിക് ഫിൽ ഡാം. അപ്പൊ ക്ലാസിഫിക്കേഷൻ എന്താണ്? എർത്ത് ഡാമിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് rock fill dam, hydraulic fill dam. Rock fill dam again of three types: homogeneous embankment type, zoned embankment type, diaphragm embankment type.
ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നു ഹൈഡ്രോളിക് ഫിൽ ഡാം.